ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം ബ്രിട്ടന്റെ അനുഗ്രഹാശീർവാദങ്ങളോടെയാണ് നടന്നത് എന്ന വസ്തുതയും നമ്മുടെ മുൻപിലുണ്ട്. 1885 ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത്. ഡഫറിൻ പ്രഭുവിന്റെ പിന്തുണയോടെ, ആശീർവാദങ്ങളോടെ, അദ്ദേഹത്തിന്റെ പ്രേരണയോടെയാണ് ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടേവിയസ് ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രൂപം നൽകുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പിറവിയിൽ ബ്രിട്ടന് യാതൊരു അതൃപ്തിയും തോന്നാതിരുന്നത്? മറ്റൊന്നുകൊണ്ടുമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമേ ആയിരുന്നില്ല രൂപമെടുക്കുമ്പോൾ. പിന്നീട് പതിറ്റാണ്ടുകൾക്ക് ശേഷം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിൽ എത്തിയതിനു ശേഷമൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി മാറുന്നുണ്ട് എന്നത് വസ്തുതയാണ്. എന്നാൽ രൂപീകരണ ഘട്ടത്തിൽ അതൊരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിരുന്നില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇന്ത്യയിലെ ഇടത്തരക്കാരും ബുദ്ധിജീവികളും ഒക്കെയായ കുറച്ചു പേർക്ക് ഒത്തുകൂടാനും നാട്ടുകാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സൗഹൃദ വേദി മാത്രമായിരുന്നു കോൺഗ്രസ്. 1886 കോൺഗ്രസിന്റെ 2ാം സെഷൻ നടന്നത് കൽക്കത്തയിൽ വെച്ചാണ്. ആ സെഷനിൽ അംഗീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം ചരിത്ര വിദ്യാർത്ഥികളൊന്ന് പരിശോധിക്കുന്നത് കൗതുകകരമാണ്. ബ്രിട്ടൻ ഇന്ത്യ വിടണമെന്നല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്നുമല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ സമ്മേളനത്തിൽ കൽക്കട്ട സെഷനിൽ കോൺഗ്രസ് അംഗീകരിച്ച പ്രമേയം അന്ന് വിക്ടോറിയ ചക്രവർത്തിനിയുടെ രാജ്യഭാരത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്ന സമയമാണ്. അതനുസ്മരിച്ചുകൊണ്ട് പ്രമേയം പറയുന്നത്, വിക്ടോറിയ ചക്രവർത്തിനിയുടെ പ്രജകളായി ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുന്നതിലുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുകയും അനേക വർഷങ്ങൾ ഈ രാജ്യഭാരം തുടരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നതാണ് പ്രമേയം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, വിക്ടോറിയ ചക്രവർത്തിനിയുടെ അടിമകളായി ഇന്ത്യൻ മണ്ണിൽ ജീവിക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 2ാം സെഷന്റെ പ്രമേയം. കോൺഗ്രസിന്റെ 4ാം സെഷൻ 888 അലഹബാദിലാണ്. ആ സെഷൻ അംഗീകരിച്ച പ്രധാന പ്രമേയം അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഗ്ലാഡ്സ്റ്റന്റെ ജന്മദിനാശംസകൾ നേരുന്ന പ്രമേയമായി. ഇതായിരുന്നു അന്നത്തെ കോൺഗ്രസ്. ബ്രിട്ടനെ സർവാത്മനാ പിന്തുണയ്ക്കുന്നു, അടിമത്തത്തിൽ ആഹ്ലാദിക്കുന്നു, അനാദികാലം ബ്രിട്ടന്റെ ഭരണം ഇന്ത്യയിൽ ഉണ്ടാവണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടരായിരുന്നു കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസിനെ ബ്രിട്ടൻ നെഞ്ചോട് ചേർത്ത് പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു എന്ന വാർത്ത, ആ വാർത്ത ബ്രിട്ടനെ പിടിച്ചു കുലുക്കി. കോൺഗ്രസ് പോലെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ബ്രിട്ടൻ അറിയാമായിരുന്നു.